പോഷൻ ട്രാക്കറിൻ്റെ ഏറ്റവും പുതിയ വെർഷൻ 25.2.5 ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പുതിയ വെർഷൻ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, തൊട്ട് മുമ്പത്തെ വെർഷനായിട്ടുള്ള 25.2.4 വന്നതിൻ്റെ ഉടനെ തന്നെയാണ് പുതിയ വെർഷനായിട്ടുള്ള 25.2.5 വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അപ്ഡേറ്റ് ചെയ്തവർ നിങ്ങളുടെ ഫോണിൽ ഏറ്റവും പുതിയ വെർഷനായിട്ടുള്ള പോഷൻ ട്രാക്കർ തന്നെയാണ് ഉള്ളത് എന്ന കാര്യം ഉറപ്പുവരുത്തണം. അപ്പോൾ അതിനായിട്ട് ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന മോർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് വെർഷൻ നമ്പർ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ 25.2.5 തന്നെയാണ് എന്ന കാര്യം എല്ലാവരും ഉറപ്പുവരുത്തുക. ഇനി അഥവാ അതിന് പകരമായിട്ട് മറ്റേതെങ്കിലും വെർഷൻ നമ്പറാണ് കാണുന്നതെങ്കിൽ ഉടനെ തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പുതിയ വെർഷൻ അപ്ഡേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയ വെർഷനുകളിൽ പ്രധാനമായിട്ട് നമുക്ക് 3 മാറ്റങ്ങളാണ് കാണാൻ സാധിക്കുക. ഒന്ന്, ഗുണഭോക്താക്കളുടെ പ്രൊഫൈലിന്റെ ലേഔട്ടിൽ മാറ്റം വന്നിട്ടുണ്ട്. രണ്ടാമതായിട്ട് വന്നിട്ടുള്ള മാറ്റം ഗുണഭോക്താക്കളുടെ ഫേസ് റീക്യാപ്ചറിങ്ങുമായി ബന്ധപ്പെട്ടാണ്. മൂന്നാമതായിട്ട് വന്നിട്ടുള്ള മാറ്റം ECC ലേണിംഗ് മൊഡ്യൂളുമായി ബന്ധപ്പെട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ മാറ്റം നമുക്ക് കാണാൻ സാധിക്കുക ഗുണഭോക്താക്കളുടെ പ്രൊഫൈൽ കാർഡിലാണ്. അതായത് ഇനി മുതൽ ഗുണഭോക്താക്കളുടെ പേരിൽ തൊട്ട് പ്രൊഫൈൽ കാർഡ് ഓപ്പൺ ചെയ്താൽ ഇതേ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുക. ഏറ്റവും മുകളിലായിട്ട് ഗുണഭോക്താവിന്റെ പേര് കാണാൻ സാധിക്കും. ഗർഭിണികളോ പാലൂട്ടുന്ന അമ്മമാരോ ആണെങ്കിൽ തൊട്ടു താഴെയായിട്ട് അവരുടെ FRSന്റെ സമയത്ത് എടുത്തിട്ടുള്ള ഫോട്ടോ നമുക്കൊരു പ്രൊഫൈൽ ഫോട്ടോ രൂപത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതുവഴി ഗുണഭോക്താവിനെ പെട്ടെന്ന് തിരിച്ചറിയാനും ഗുണഭോക്താക്കളെ പരസ്പരം മാറിപ്പോകാതിരിക്കാനും സഹായകരമാവുന്നതാണ്. അതിൻ്റെ തൊട്ടു താഴെയായിട്ട് മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്തതിൻ്റെയും ആധാർ വെരിഫിക്കേഷൻ ചെയ്തതിനും പച്ച ടിക്കുകൾ കാണാൻ സാധിക്കും. അതിന് താഴെയായിട്ട് EKYC പൂർത്തീകരിച്ചതിൻ്റെയും FRS അഥവാ ഫേസ് വെരിഫിക്കേഷൻ പൂർത്തീകരിച്ചതിൻ്റെയും പച്ച ടിക്കുകൾ കാണാൻ സാധിക്കും. കൂടാതെ ഫേസ് വെരിഫൈഡ് എന്നതിൻ്റെ ഇടതുവശത്തായിട്ട് നമ്മൾ FRSന്റെ സമയത്ത് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ സമാനമായിട്ടുള്ള രീതിയിൽ തന്നെ പാലൂട്ടുന്ന അമ്മമാരുടെ പ്രൊഫൈലും ഇതേ രീതിയിലാണ് കാണാൻ സാധിക്കുക. ഏറ്റവും മുകളിലായിട്ട് പേര് കാണാൻ സാധിക്കും. തൊട്ടു താഴെയായിട്ട് FRSന്റെ സമയത്ത് എടുത്തിട്ടുള്ള ഫോട്ടോ കാണാൻ സാധിക്കും. താഴെയായിട്ട് മൊബൈൽ വെരിഫിക്കേഷൻ, ആധാർ വെരിഫിക്കേഷൻ, EKYC, FRSന്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട പച്ച ടിക്കുകൾ തുടങ്ങിയവ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ കുട്ടികളുടെ പ്രൊഫൈലിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ പേര് കാണാൻ സാധിക്കും. പേരിൻ്റെ വലതുവശത്തായിട്ട് പേര് എഡിറ്റ് ചെയ്യുന്നതിനുള്ള പെൻസിലിൻ്റെ ചിഹ്നവും കാണാൻ സാധിക്കുന്നതാണ്. തൊട്ടു താഴെ നമുക്ക് കുട്ടികളുടെ ഐക്കൺ ആയിരിക്കും കാണാൻ സാധിക്കുക. 0 to 6 കുട്ടികളുടെയും 6 to 3 കുട്ടികളുടെയും ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫോട്ടോയോ മറ്റൊന്നും കാണാൻ സാധിക്കില്ല. ജസ്റ്റ് ഐക്കൺ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. തൊട്ടു താഴെയായിട്ട് മുമ്പ് പറഞ്ഞ പോലെ മൊബൈൽ വെരിഫിക്കേഷൻ, ആധാർ വെരിഫിക്കേഷൻ, EKYC, FRS എന്നിവൻ്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ടുള്ള പച്ച ടിക്കുകൾ കാണാൻ സാധിക്കും. അതുപോലെ ഫേസ് വെരിഫൈഡ് എന്നതിൻ്റെ ഇടതുവശത്തായിട്ട് FRSന്റെ സമയത്ത് ആരുടെ ഫോട്ടോയാണോ എടുത്തിട്ടുള്ളത് ആ ഒരു ഫോട്ടോ നമുക്ക് കാണാൻ സാധിക്കും. അമ്മയുടെ ആണെങ്കിൽ അമ്മയുടെ ഫോട്ടോ ആണ് ഇവിടെ കാണാൻ സാധിക്കുക. ഇനി അച്ഛൻ്റെയോ രക്ഷിതാവിൻ്റെയോ ഫോട്ടോ ആണെങ്കിൽ ആ ഒരു ഫോട്ടോ ആയിരിക്കും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. അതുപോലെ തൊട്ടു താഴെയായിട്ട് കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് മുമ്പത്തെ വെർഷനുകളിലൊന്നും നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കാണാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ ഈ ഒരു പുതിയ വെർഷനിൽ കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇനി മുതൽ കാണാൻ സാധിക്കുന്നതാണ്. സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് 6 to 3 കുട്ടികളുടെ പ്രൊഫൈലിൽ നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ 3 to 6 കുട്ടികളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്താൽ പ്രൊഫൈൽ ഫോട്ടോയുടെ കാര്യത്തിൽ മാത്രം ചെറിയ മാറ്റമുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം മറ്റു ഗുണഭോക്താക്കളുടെ പ്രൊഫൈലുള്ള അതേപോലെ തന്നെയാണ്. അതായത് 3 to 6 കുട്ടികളുടെ പ്രൊഫൈലിൽ ഈ ഒരു ഐക്കണിന്റെ താഴെ വലതുവശത്ത് കാണുന്ന ക്യാമറയുടെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കുട്ടികളുടെ ഫോട്ടോ എടുക്കാനും പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് ചേർക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ മുമ്പത്തെ വെർഷനുകളിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ കുട്ടികളുടെ പ്രൊഫൈൽ ഫോട്ടോ എടുത്ത് ചേർത്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു ഫോട്ടോ നമുക്ക് ഇവിടെ പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് കാണാൻ സാധിക്കും. ഇനി അഥവാ പ്രൊഫൈൽ ഫോട്ടോ എടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് ഇവിടെ ആ ഒരു ചിഹ്നം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി രണ്ടാമതായിട്ട് വന്നിട്ടുള്ള മാറ്റം ഗുണഭോക്താക്കളുടെ FRS THR വിതരണവുമായി ബന്ധപ്പെട്ട് ഫേസ് റീക്യാപ്ചർ ചെയ്യുന്നതിലാണ് വന്നിട്ടുള്ളത്. അതായത് മുമ്പത്തെ വെർഷനുകളിൽ നമുക്ക് മാസത്തിൽ ഒരു തവണ മാത്രമേ ഫേസ് റീക്യാപ്ചർ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ പുതിയ വെർഷനിൽ ഫേസ് റീക്യാപ്ചറിങ് 15 ദിവസത്തിൽ ഒരിക്കൽ എന്ന രീതിയിലാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് മാസത്തിൽ 2 തവണ വരെ ഒരു ഗുണഭോക്താവിന്റെ ഫേസ് റീക്യാപ്ചറിങ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഗുണഭോക്താക്കളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്താൽ ഫേസ് വെരിഫൈഡ് എന്നതിന്റെ വലതുവശത്തായിട്ട് ഇതേ രീതിയിൽ റീക്യാപ്ചർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഗുണഭോക്താക്കളുടെ ഫേസ് റീക്യാപ്ചർ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലൊരു ഗുണഭോക്താവിന്റെ ഫേസ് റീക്യാപ്ചറിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് തുടർന്നുള്ള 15 ദിവസം വരെ ആ ഒരു ഓപ്ഷൻ ഇതേ രീതിയിൽ നിറം മങ്ങിയായിരിക്കും കാണാൻ സാധിക്കുക. അതായത് പിന്നീട് ആ ഒരു 15 ദിവസത്തിനുള്ളിൽ നമുക്ക് ആ ഒരു ഗുണഭോക്താവിന്റെ ഫേസ് റീക്യാപ്ചറിങ് ചെയ്യാൻ സാധിക്കില്ല. 15 ദിവസം കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ഓപ്ഷൻ ഇതേ രീതിയിൽ ആക്റ്റീവ് ആവുകയും തുടർന്ന് ഒരു തവണ നമുക്ക് ആ ഒരു ഗുണഭോക്താവിന്റെ ഫേസ് റീക്യാപ്ചറിങ് ചെയ്യണമെങ്കിൽ റീക്യാപ്ചർ ചെയ്യുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മാറ്റമാണ് ഗുണഭോക്താക്കളുടെ ഫേസ് റീക്യാപ്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ വെർഷനിൽ വന്നിട്ടുള്ളത്.
അടുത്തൊരു മാറ്റം നമുക്ക് ഡെയിലി ട്രാക്കിങ്ങിൽ ECC മൊഡ്യൂളുമായി ബന്ധപ്പെട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ECC മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രത്യക്ഷത്തിലുള്ള മാറ്റങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. എന്നാൽ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് മുമ്പ് പ്രീ സ്കൂൾ കുട്ടികളുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതിന് ക്യാപ്ചർ ഫോട്ടോ എന്നൊരു ഓപ്ഷൻ ഏറ്റവും മുകളിൽ കാണുമായിരുന്നു. എന്നാൽ പുതിയ വെർഷനിൽ ആ ഒരു ഓപ്ഷൻ നീക്കം ചെയ്തതായി കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് പുതിയ വെർഷനിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ പുതിയ വെർഷൻ എല്ലാവരും അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ പോഷൻ ട്രാക്കറിൻ്റെ ആപ്പ് ഡാറ്റ ക്ലിയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത്.